ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം കത്തിക്കയറിയ സമയത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാർക്ക് നേരെയും വിരൽ ചൂണ്ടുന്നത് നമ്മൾ കണ്ടിരുന്നു. അടൂർ പ്രകാശ് ആയിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ സോണിയാഗാന്ധി ആയിക്കോട്ടെ, ഇവർക്കെതിരെയൊക്കെ ഇത്തരത്തിൽ വിരൽ ചൂണ്ടുമ്പോൾ പക്ഷേ SIT ചോദ്യം ചെയ്യുന്നതും SITയുടെ അന്വേഷണം ചെന്ന് നിൽക്കുന്നതും പല CPM നേതാക്കളുടെയും അടുത്താണ്. കഴിഞ്ഞ ദിവസമായിരുന്നു, അതായത് ശനിയാഴ്ച, ഇത്തരത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ, മുൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ രഹസ്യമായി ചോദ്യം ചെയ്തു എന്നുള്ള ഒരു സംശയം നിഴലിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്നത് വൈകാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നാണ് ഇപ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, SITയുടെ അന്വേഷണം പല ഉന്നതരിലേക്കും നീങ്ങേണ്ടിയിരിക്കുന്നു എന്നുള്ള രീതിയിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ CPM നമ്മൾ പല ചർച്ചകളിലും ചോദിച്ചതുപോലെ കടകംപള്ളി വരെ എത്തി നിൽക്കുകയാണ്. ഇനി വാസവനിലേക്കും പിണറായി വിജയനിലേക്കും ഒക്കെ വിരൽ ചൂണ്ടുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്? കോൺഗ്രസ് ഇത് എത്തിക്കാൻ ശ്രമിക്കുന്നത് ആദരണീയനായ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ തലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നോക്കൂ, 2019 എന്താണ് സംഭവിക്കുന്നത്? 2019 കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഒരുപാട് പേരെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടാകാം. എന്ത് കാരണവശാലാണ് ഇത്തരത്തിലുള്ള നടപടികൾ നടന്നിട്ടുണ്ടാവുക? അദ്ദേഹം ഇപ്പോൾ കുറ്റാരോപിതൻ മാത്രമാണ്. അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പത്മകുമാർ വരെയുള്ളവരെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം N വിജയകുമാർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇത്തരത്തിൽ CPMന്റെ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന പല നേതാക്കന്മാരുമായി അത്രത്തോളം ബന്ധം വെച്ച് പുലർത്തിയിരുന്ന CPM പ്രവർത്തകരായിട്ടുള്ള ഇവരെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മാധ്യമങ്ങളും പൊതുജനങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെ അതേപോലെ തന്നെ പത്മകുമാർ, ജയകുമാർ ഇവരൊക്കെ തന്നെ പറയുന്നത് സഖാവ് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു, സഖാവ് പറഞ്ഞു, ഒപ്പിട്ടു. ഇത് ഈ മാധ്യമങ്ങൾ പറയുന്നതല്ലാതെ SITയിൽ നിന്നും ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ലല്ലോ. അതായത് കോൺഗ്രസിന് ലഭിച്ചിട്ടില്ലല്ലോ. മറ്റൊരു കാര്യം നോക്കൂ, ഈ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു കൊലപാതകം നടക്കുകയാണ്, നമ്മുടെ ഓഫീസിൽ ഒരു കൊലപാതകം നടക്കുകയാണ് സങ്കല്പിക്കുക. അതിന്റെ ഭാഗമായി ഇല്ലെങ്കിൽ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരാളാണ് ആ കൊല ചെയ്തത്. അതിന്റെ ഭാഗമായി ഹർഷയും എന്നെയും ഇരിക്കുന്ന ഫഹദിനെയും ശ്രീഹരിയെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യും. ഇതൊരു പ്രൊസീജിയറാണ്. അതിൽ ഇത്ര കൊട്ടിഘോഷിക്കാനുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഈ മാധ്യമങ്ങൾ CPMനെ അടിക്കാൻ കിട്ടിയ ഒരു വടി എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളത്. നോക്കൂ, അടൂർ പ്രകാശ് എന്തുകൊണ്ടാണ് ഇതിൽ സോണിയാഗാന്ധി വരെ എത്തിയ വിഷയത്തിൽ മാധ്യമങ്ങളോട് 2 പ്രാവശ്യം കയർത്ത് സംസാരിച്ചത്? എങ്ങനെ സോണിയാഗാന്ധി വരെ എത്തിയതെന്നുള്ള കാര്യത്തിൽ UDF വ്യക്തത വരുത്തിയിട്ടുണ്ടോ? അല്ല, അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഒരു വിഷയമായി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഒരു ഫോട്ടോയുടെ പിന്നിലെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇയാൾ ഇത്രയും വലിയൊരു കള്ളനാണെന്ന്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ളത് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു. അതിനപ്പുറത്തേക്ക് തങ്ങളെ കാണുന്നതിന് മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി കണ്ടിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് എന്നും അടൂർ പ്രകാശ് പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ വിശ്വസിക്കാൻ ഇവിടുത്തെ പൊതുജനങ്ങൾ തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭീമ ജുവലറി നൽകിയ ഒരു ആംബുലൻസ്, പോലീസ് സേനയ്ക്ക് വേണ്ടി നൽകുന്ന ആംബുലൻസ് പൊതുപരിപാടിയിൽ സെക്രട്ടേറിയറ്റിൽ പിണറായി വിജയനും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണല്ലോ. അപ്പോൾ ആംബുലൻസ് കൊടുക്കുന്ന ഒരു ചടങ്ങിൽ, പോലീസിന് ആംബുലൻസ് കൊടുക്കുന്ന ചടങ്ങിൽ അദ്ദേഹം വന്നു. അവിടെ വന്ന് എത്രയോ അതിഥികളുണ്ട്. അതിലൊരു ഫോട്ടോ വക്രീകരിച്ച് കാണിച്ചാണല്ലോ ഇപ്പോൾ മുഖ്യമന്ത്രിയിലേക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ അടൂർ പ്രകാശുമായി ഇത്തരത്തിലുള്ള ഫോട്ടോ ഇറങ്ങിയതിനൊന്നും ചോദ്യം ചെയ്യുന്നില്ലെന്നേ. ഫോട്ടോ ഇറങ്ങിയത് കൊണ്ടല്ല കടകംപള്ളിയെയും ചോദ്യം ചെയ്തിട്ടുള്ളത്. പത്മകുമാറിന്റെയും കടകംപള്ളിയുമായി ഇഷ്ടംപോലെ ചിത്രങ്ങൾ മാത്രമല്ല ഈ പറയുന്ന ചോദ്യം ചെയ്യലിന് ആധാരമായിരിക്കുന്നത്. കാരണം പത്മകുമാറിന്റെയൊക്കെ മൊഴിയിൽ വന്നിട്ടുള്ള ഒരു സഖാവ് അല്ലെങ്കിൽ ദൈവതുല്യനായിട്ടുള്ള വ്യക്തി അത് ആരാണ് എന്നുള്ള ചോദ്യത്തിന് പിന്നാലെയാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ല, അത് ഇന്നലെ പത്മകുമാറിനോട് തന്നെ മാധ്യമങ്ങൾ ചോദിച്ചല്ലോ, ദൈവതുല്യനായിട്ടുള്ള വ്യക്തി ആരാണ്, കടകംപള്ളി ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ ഒരു അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ കടകംപള്ളിയിലേക്ക് എത്തിക്കുക, കടകംപള്ളിയിൽ നിന്ന് വാസവനിലേക്ക് എത്തിക്കുക, വാസവനിൽ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തിക്കുക, ഈ റൂട്ട് ഇങ്ങനെ വെട്ടി പോകുന്നത് എന്തിനാണെന്നാണ് ചോദിക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് സ്വർണം മോഷ്ടിച്ചു. ആ കാലയളവിൽ LDF സർക്കാർ ഭരിച്ചിരുന്നു. അതിനുശേഷം LDF സർക്കാർ ഭരിച്ചിരുന്നു. നോക്കൂ, സോണിയാഗാന്ധിയിലേക്ക് ഈ വിഷയം ചെന്നത്, സോണിയാഗാന്ധി SIT ചോദ്യം ചെയ്യൂ, രാജ്യാന്തര വിഷയമാണ്, ചെയ്യാൻ കഴിയില്ലേ? അടൂർ പ്രകാശിനെ എന്തുകൊണ്ട് SIT ചോദ്യം ചെയ്യുന്നില്ല? അതേപോലെ ആന്റണി എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല? അപ്പോൾ ഇത് മറ്റൊരു കാര്യം ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുമായി അവിടെ വേദി പങ്കിട്ടതിൽ അവിടെ ഈ ഭീമ ജ്വല്ലറിയുടെ ആൾക്കാരുണ്ടായിരുന്നു, ജീവനക്കാരുണ്ടായിരുന്നു. അവരെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. അവിടെ നിന്നിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇത്തരത്തിൽ പിണറായി വിജയനും തമ്മിലുള്ള
ബന്ധമാണ്, അവർ തമ്മിൽ അടുത്ത ബന്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിവരങ്ങൾ അല്ല സൗഹൃദപരമായ ഒരു സംഭാഷണ രീതി അല്ലെങ്കിൽ സൗഹൃദപരമായ ഒരു രീതിയിലായിരുന്നു അവരുടെ സംസാരം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു വീഡിയോ പുറത്തു വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആ ഒരു തരത്തിൽ അല്ല ഞാൻ നോക്കൂ, ഒരു ആംബുലൻസ് ദാന ചടങ്ങിൽ ചെന്നിട്ട് അവിടെ ചെന്ന് കർക്കശമായിട്ടാണോ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ച് നമുക്കറിയാത്ത ആളല്ല. അദ്ദേഹം ഏതൊരു വേദിയിൽ ചെന്നാലും അദ്ദേഹത്തിന്റെ സ്ഥായിയായ ചില സ്വഭാവങ്ങളും സ്ഥായിയായ ചില പെരുമാറ്റ രീതികളും കാണുന്നതിന്റെ പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ. അതായത് ഈ മറ്റേ BGM ഇട്ട് CPM-കാർ പൊലിപ്പിക്കുന്നതും കോൺഗ്രസ്സുകാർ നേതാക്കളും അല്ലാതെ കാണേണ്ട വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ പിണറായി വിജയൻ ഏത് തരത്തിൽ പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്ന് എല്ലാവർക്കും അറിയാം. അതെന്തോ ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ സ്ഥായി ഭാവം എന്തോ ആണ്, അതല്ല നമ്മുടെ ഇവിടുത്തെ ചർച്ച. നോക്കൂ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ള ഫോട്ടോ പ്രകാരം വക്രീകരിച്ച് കാണിച്ച് ഇത്തരത്തിൽ അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നതിനെയൊക്കെ ചോദ്യം ചെയ്യുന്നതിനാണ് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ശബ്ദം ഉയർത്തുന്നത്. രണ്ടാമത്തെ കാര്യം നോക്കൂ, കഴിഞ്ഞ ദിവസം ജയ് ഹിന്ദ് ടിവിയുടെ ചർച്ചയിൽ നാസർ പമ്പായം എന്ന് പറയുന്ന വ്യക്തി A1 ടെക്നോളജി എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് ആ ചർച്ചയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് ഒരു നാക്കുപിഴവ് സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മുൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇതുപോലെ നാക്കുപിഴകൾ ഒരുപാട് കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. നാക്കുപിഴകൾ സംഭവിച്ചപ്പോഴും CPM അത് ഏറ്റെടുത്തിട്ടുണ്ട്. CPM അതിനെ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. എന്താണ് ഈ സൈബർ ലോകത്ത് നിയന്ത്രിക്കാൻ ആരുമില്ലെന്നേ, അതുകൊണ്ടാണ് ഇത്തരത്തിൽ വരുന്നത്. ഇപ്പോ എന്റെയും ഹർഷയുടെയും ഒക്കെ പിതാക്കന്മാരോടോ അല്ലെങ്കിൽ പിതാക്കന്മാരോടോ ഒക്കെ ഈ വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ സാങ്കേതിക വിദ്യ എന്താണെന്ന് നമ്മുടെ തലമുറ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് അറിയാൻ കഴിയുമോ? തീർച്ചയായും അവിടെ ഒരു ചോദ്യം വരുന്നതാണ്. ഇപ്പം ഒരു ചർച്ചയിൽ വന്നിരിക്കുന്ന ആൾ ഇതൊക്കെ പഠിച്ചുകൊണ്ട് വരണ്ടേ എന്ന് പറയുന്നത് ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരുന്നൊരു ഘട്ടം അവിടെ ഉണ്ട്. നോക്കൂ, മറ്റൊരു കാര്യം ഇതല്ല, ഇത് എങ്ങനെയെങ്കിലും ഇത് പിണറായി വിജയനിലേക്ക് ഇതിപ്പം സോളാർ കേസ് എങ്ങനെയെങ്കിലും ഉമ്മൻചാണ്ടിയിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു. അദ്ദേഹത്തെ കുറെ വേട്ടയാടി. ഇപ്പൊ സ്വർണ്ണക്കൊള്ള കേസ് എങ്ങനെയെങ്കിലും പിണറായി വിജയനിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ചു. എന്തെല്ലാം കേസുകളാണ് ഇതിനോടകം തന്നെ വന്നത്. അദ്ദേഹം ഇതുവരെ ഇപ്പം ലാവലിൻ കേസ്, മകൾക്കെതിരെയുള്ള എക്സാലോജിക് കേസ്, അതേപോലെ തന്നെ ED അന്വേഷണം, ഒരുപാട് അന്വേഷണങ്ങൾ മുന്നിൽ നിൽക്കുകയല്ലേ. പക്ഷെ ഇതിലൊന്നും അദ്ദേഹത്തിനെതിരെ നടപടിയിലേക്ക് പോകാൻ സാധിക്കാത്ത ഒരു ഘട്ടമായി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്നും എന്താണ് ഇതൊന്നും മുന്നോട്ട് പോകാത്ത? ഏതാണ് ഒരു ഇലക്ഷന് മുമ്പായി ഇത്തരങ്ങൾ ആരോപണങ്ങൾ പമ്പ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇത് പമ്പ് ചെയ്ത് ഭരണത്തിലെത്താതിരിക്കാനുള്ള ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കടകംപള്ളി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശിക്ഷിക്കപ്പെടണം. അദ്ദേഹം നോക്കൂ, ഈ പത്മകുമാർ ആയാലും വാസു ആയാലും അടൂർ പ്രകാശ് ആയാലും ആന്റണി ആയാലും അല്ലെങ്കിൽ സോണിയാഗാന്ധി ആയാലും ഇവരെല്ലാവരും തന്നെ ഇപ്പോൾ കുറ്റാരോപിതർ മാത്രമാണ്. സോണിയാഗാന്ധി കുറ്റാരോപിതയാണെന്നല്ല ഉദ്ദേശിച്ചത്. അവർ സംശയം ഒരു ഫോട്ടോ വെച്ച് എല്ലാത്തിനെയും അങ്ങ് ജഡ്ജ് ചെയ്യുന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചൊക്കെ പറയാനുള്ള അദ്ദേഹം കണ്ണടച്ചിരുട്ടാക്കുന്ന പരിപാടിയാണ് അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോട്ടോ വെച്ച് ഇത്തരത്തിലുള്ള അടൂർ പ്രകാശ് അദ്ദേഹം അത് ഫോട്ടോ വെച്ച് മാത്രമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫോട്ടോ വെച്ചല്ല, പത്മകുമാറിന്റെയും മറ്റ് ഇതുവരെ മൊഴി എടുത്തുള്ളവരുടെ മൊഴിയിൽ നിന്നും വന്നിട്ടുള്ള പേരുകൾ SITയുടെ മൊഴി കോൺഗ്രസിന് കിട്ടിയല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. SITയുടെ മൊഴി ഇവിടുത്തെ മാധ്യമങ്ങൾക്കും അതേപോലെ കൃത്യമായി അതേപോലെ ഇവർക്കും, അതായത് കോൺഗ്രസിനാണല്ലോ SIT മൊഴിയെടുത്താൽ ആദ്യം ഉടനെ ചെയ്യുന്നത് കോൺഗ്രസ് KPCCയുടെ ഇന്ദിരാഭവനിൽ കൊണ്ടുവന്ന് കൊടുക്കും. അത് വെച്ചാണല്ലോ ഇവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അല്ല, അഥവാ ഏത് സംഘടനയായാലും CPM ഇപ്പൊ വേറൊരു ഇപ്പം CBI ED ഒരു അന്വേഷണം നടത്തിയ ED ആദ്യം സ്റ്റേറ്റ്മെന്റ് എടുത്തതിനു ശേഷം CPM-ലെ AK സെന്റർ കൊടുക്കുകയല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ മറ്റ് BJP പറ്റി പറഞ്ഞില്ലെങ്കിൽ പറയും 2 ദിവസം കൊണ്ട് നമ്മൾ BJP ചാനലാണോ കോൺഗ്രസ് ചാനലാണോ എന്ന് സംശയമുണ്ട്. നമ്മൾ നിഷ്പക്ഷമായിട്ടുള്ള കാര്യങ്ങൾ പറയും. രാഷ്ട്രീയകരമായി കാര്യങ്ങളെ വക്രീകരിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക. കൃത്യമായി സ്വർണം ആരും അടിച്ചു മാറ്റിയിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ ശിക്ഷിക്കപ്പെടേണ്ടതാണ്.